മേലെപ്പറമ്പിൽ ആൺവീട് 93 എനിക്ക് തോന്നുന്നു 93 ഒക്ടോബറിലോ എന്തോ ആണ് റിലീസാവുമെന്ന് തോന്നുന്നു. ഇത് റിലീസായി നിൽക്കുന്ന ഒരു സമയത്തോ ഇതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്തോ പ്രിയദർശൻ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ മോഹൻലാലിനേക്ക് വെച്ചിട്ടൊരു സിനിമ പ്ലാൻ ചെയ്യുന്നു. ആ സമയത്ത് പ്രിയദർശൻ എന്തോ ഗിരീഷ് പുത്തഞ്ചേരിയുടെ അടുത്ത് ചോദിച്ചു എന്ന് തോന്നുന്നു. അന്ന് ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞ ആ ഒരു ത്രെഡ് വേറൊരു സിനിമ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞില്ല, എൻ്റെ കഥ ഇപ്പോൾ വേറെ സിനിമ രാജസേനോട് ചെയ്യാണ്, അത് പിന്നെ മേലെപ്പറമ്പിലാണ് വീട് എഴുതിയത് രഘുനാഥ് പല്ലിയിലേക്കാണല്ലോ. അപ്പോൾ പ്രിയദർശൻ പക്ഷേ പറഞ്ഞു അത് കുഴപ്പമില്ല, അത് ഞാൻ മാറ്റിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ആ ത്രെഡ് എടുത്തിട്ടാണ് തേന്മാവിൽ കൊമ്പത്തും ചെയ്തത്. ഇവരുടെ ഇടയിലെ ചർച്ചയെക്കുറിച്ചൊക്കെ പിന്നീട് പല റൈറ്റപ്സ് ഒക്കെ ഒന്ന് വന്നിരുന്നു. അത് എത്രത്തോളം അതിൽ സത്യം എന്നറിയില്ല. പക്ഷെ ഈ ഒരു ചർച്ചകൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ വായിച്ചപ്പോഴാണ് എനിക്കും അതിൻ്റെ ഒരു തോന്നിയത്. കാരണം രണ്ട് സിനിമയുടെയും ഒരു കോമൺ ഒരു എലിമെൻ്റ് ഉണ്ട്. അതായത് സ്വന്തം ഭാര്യനെ, അതായത് മേലെപ്പറമ്പിൽ ഭാര്യനെ വേലക്കാരിയാണെന്നും പറഞ്ഞ് വീട്ടുകാരെ അറിയാതെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. ആ വേലക്കാരിനെ ലൈനടിക്കാനൊക്കെ നോക്കുന്ന പഞ്ചാരയൊക്കെ അടിക്കുന്ന ചേട്ടന്മാരും അമ്മാവനും ഒക്കെയാണ് മേലെപ്പറമ്പിലാണ്. ഇപ്പുറത്ത് കാമുകീനെ വേലക്കാരിയാണെന്നും പറഞ്ഞിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരുന്നു. ചേട്ടന് തുല്യമായ നെടുമുടി വേണുവിന് ഈ വേലക്കാരിയോട് പ്രണയം തോന്നുകയും ഒക്കെ. പിന്നെ വേറെ മൂന്ന്, പക്ഷെ ഈ ഒരു എലിമെൻ്റ് ഉണ്ടല്ലോ, കാമുകി അല്ലെങ്കിൽ ഭാര്യ, ഇവരെ വേലക്കാരിയായിട്ട് കൊണ്ടുവരിക. എനിക്ക് തോന്നുന്നു ഗിരീഷ് പുത്തഞ്ചേരിയുടെയും ത്രെഡ് ചിലപ്പോൾ ബേസിക് ത്രെഡ് അതായിരിക്കും. അതെന്നാണ് പിന്നെ ഇവരെല്ലാവരും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് മേലെപ്പറമ്പിൽ ആൺവീടൊക്കെ വർക്ക് ചെയ്തത്. രാജസേനൻ ഒരിക്കൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഗിരീഷ് പുത്തഞ്ചേരി ഒരു ഒറ്റ വരി ഒരു 4-5 വരിയിലോ ഒരു പേജിൽ ഒരു കഥ പറഞ്ഞു, ഞാനത് 10-12 പേജിൽ ഡീറ്റെയിൽഡ് വൺ ലൈൻ ആക്കി പിന്നെ രഘുനാഥ് പല്ലിയുടെ സ്ക്രിപ്റ്റ് ആക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊന്നും ഒരു കുട്ടൻ മോഹന് അങ്ങനെ വലിയൊരു ഹിറ്റ് നഷ്ടപ്പെട്ടു. ജയറാമിന് എനിക്ക് തോന്നുന്നു പിന്നീട് ജയറാം പ്രിയദർശൻ പടം ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. പ്രിയദർശൻ ഒരു സിനിമയും ജയറാം ചെയ്തിട്ടില്ല. പ്രിയദർശൻ മലയാളത്തിൽ ചെയ്തിട്ടുള്ള 80% സിനിമകളും മോഹൻലാലാണ്. അതിൻ്റെ ഇടയ്ക്ക് മമ്മൂക്കി വെച്ചിട്ട് നമുക്കറിയാം മേഘം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് യുവതാരങ്ങളൊക്കെ വെച്ച് ഷെയ്ൻ നിഗമനൊക്കെ വെച്ച് സിനിമകളൊക്കെ ചെയ്തു. പക്ഷെ കൂടുതൽ മോഹൻലാൽ തന്നെയാണ്. ജയറാം അദ്വൈതം മാത്രമാണ് ജയറാം അഭിനയിച്ചിട്ടുള്ളൊരു പ്രിയദർശൻ സിനിമ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഈ പറഞ്ഞ പോലെ മേലെപ്പറമ്പിൽ ആൺവീടും തേന്മാവിൽ കൊമ്പത്തും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് സാമ്യത തോന്നിയോ എന്നുള്ളത് നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുക.